അവൻ പറയുന്നത് കേട്ടതും അവർ പരസ്പരം നോക്കി. പിന്നെ അവനെയും. അപ്പോഴേക്കും ദേവിയും ഒരുങ്ങി അങ്ങോട്ടേക്ക് വന്നു. ശ്രീഭദ്രയെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് മമ്മി. എങ്ങനെയാണെന്ന് ചോദിക്കരുത്. എങ്ങനെയാണേലും ഇന്നീ വീട്ടിൽ വലതുകാൽ ചവിട്ടി എൻ്റെ ഭാര്യയായിട്ട്, മമ്മിയുടെ മരുമകളായിട്ട്, ഇവരുടെ ഏട്ടത്തിയായിട്ട് അവൾ കയറി വരും. അത്രയും അറിഞ്ഞാൽ മതി ഇപ്പോൾ. അവൻ പറഞ്ഞതും അവർ സംശയത്തോടെ അവനെ നോക്കി. അറിയാം മമ്മിയുടെ മനസ്സിൽ എന്താണെന്ന്. അവളോട് മമ്മിക്ക് ദേഷ്യമുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ അറിയാലോ, ഞാൻ മോഹിച്ചത് അവളെ എൻ്റെ പെണ്ണാക്കാൻ, എൻ്റെ പാതിയാക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. പിന്നെ അവൾക്ക് കുറച്ച് എടുത്തുചാട്ടമുണ്ട്. നമ്മുടെ ഡോണമോളെക്കാളും 1-2 വയസ്സല്ലേ അവൾക്ക് കൂടുതലുള്ളൂ. പ്രായത്തിൻ്റെ ആണെന്ന് കരുതി മമ്മി അങ്ങ് ക്ഷമിച്ചാൽ മതി. അവൻ പറഞ്ഞതും അവർ പുഞ്ചിരിച്ചു. എനിക്ക് അവളോട് ദേഷ്യമുണ്ട്, പരിഭവമുണ്ട്. അത് മറ്റൊന്നിനുമല്ല. നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നിന്നെ തെറ്റിദ്ധരിച്ച് വേദനിപ്പിച്ചതുകൊണ്ടാണ്, നിന്നെ വിഷമിപ്പിച്ചതുകൊണ്ടാണ്. നീ ഇപ്പോഴും അവളെ അത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ എത്രമാത്രം എൻ്റെ മകൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് മമ്മിക്ക് മനസ്സിലായി. എൻ്റെ മക്കളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. എൻ്റെ ഇച്ചായനും അതുതന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. അവർ ഹാളിൽ വെച്ചിരിക്കുന്ന അവരുടെ പപ്പയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മമ്മി വിഷമിക്കണ്ട. അവൾക്ക് ദേഷ്യം എന്നോട് മാത്രമാണ്. നിങ്ങളോട് ആരോടും അവൾ മുഖം കറുപ്പിച്ച് സംസാരിക്കില്ല. അവൾക്ക് എന്നോട് കുറച്ച് സ്നേഹം കൂടിപ്പോയി, പൊസസീവ്നെസ് ഉണ്ടായിപ്പോയി. അതിൻ്റെയായി ഈ ചാട്ടം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും ചിരിച്ചു. എൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ളൂ കുഞ്ഞാ നിൻ്റെ ഈ ചാട്ടമൊക്കെ. എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഊറിച്ചിരിച്ചു. ഡെന്നി, ഇറങ്ങിയാലോ? ഡേവി ചിരിയോടെ ചോദിച്ചു. പോകാം. അപ്പോൾ റോസ്ലിക്കുട്ടി ഒരു കാര്യം ചെയ്, പോയി വിളക്കൊക്കെ എടുത്ത് വെക്ക്. ഞാൻ മരുമകളെയും കൂട്ടി വരാം. എടി, ഞങ്ങളുടെ റൂമൊന്ന് വൃത്തിയാക്കിയിട്ടേക്ക്. നിന്റെ ഏട്ടത്തി വരുന്നതല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവർ രണ്ടുപേരും പുഞ്ചിരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ശ്രീ ചേച്ചിയെ. പക്ഷേ എടുത്തുചാടി ചാച്ചനെതിരെ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവൾ ബാക്കി പറയാതെ നിർത്തി. വിട്ട് കളഞ്ഞേക്ക് മോളെ. ഞാൻ പറഞ്ഞില്ലേ, നിന്നെപ്പോലൊരു കുട്ടിയാണ് അവളും. പ്രായത്തിൻ്റെ ആണെന്ന് കരുതിയാൽ മതി. അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതും നേഹയും മമ്മിയും ശ്രീയും കൂടി ഒരു ഹോട്ടലിൽ റൂം എടുത്ത് 1-2 ദിവസം താമസിച്ചു. ആൻറ്റി, ഞാൻ ഇറങ്ങുവാണേ, പോയിട്ട് വരാം. നമ്മളിനി ഈ നാട്ടിലേക്ക് വരുമോയെന്ന് അറിയില്ലല്ലോ. ശ്രീ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞതും അവർ അവൾക്ക് വേണ്ടി വാടിയ ഒരു പുഞ്ചിരി നൽകി. നേഹ, പോയിട്ട് വരാമേ, അവൾ നേഹയും നോക്കി പറഞ്ഞു. ഞാൻ വരണോടി? നേഹ അവളെ നോക്കി ചോദിച്ചു. വേണ്ടടാ, ഞാൻ പൊയ്ക്കോളാം. എനിക്കറിയാത്ത സ്ഥലമൊന്നും അല്ലല്ലോ. ഇനി ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു മടങ്ങി വരവില്ലെങ്കിലോ? അപ്പോൾ എൻ്റെ ശിവനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ശ്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. ശ്രീ തൻ്റെ മുൻപിൽ ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ എന്താണെന്ന് നേഹയ്ക്ക് അറിയാമായിരുന്നു. ഈ സ്ഥലവും ഇവിടുത്തെ പലരെയും അവൾ ഒരുപാട് മിസ് ചെയ്യാൻ പോകുന്നതിൻ്റെ സങ്കടം അവൾക്കുണ്ടെന്ന് നേഹയ്ക്ക് മനസ്സിലായി. ശ്രീ ഒരു ബ്ലൂ കളർ ചുരിദാറായിരുന്നു വേഷം. കുളിച്ചൊരുങ്ങി മുടിയൊക്കെ കുളിപ്പിന്നൽ കെട്ടി അവൾ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. നേഹ ശ്രീ പോകുന്നത് നോക്കി നിന്നു. അവൾ നടന്ന് ശിവക്ഷേത്രത്തിലേക്ക് കയറുന്നത് കണ്ട അവൻ്റെ കണ്ണുകൾ തിളങ്ങി. ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഡെന്നി, സോബി അവനെ വിളിച്ചു. ഞാൻ പോയിട്ട് വരാം. അവൻ അവരെ നോക്കി ചിരിച്ചു പറഞ്ഞുകൊണ്ട് കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി. പിന്നെ ഒന്ന് മൂരി നിവർന്നു. പിന്നെ പോക്കറ്റിൽ നിന്നും എന്തോ എടുത്ത് കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൻ അവരെ നോക്കി കണ്ണു ചിമ്മി. അവരും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഓൾ ദി ബെസ്റ്റ്, അവർ ഒന്നിച്ചു പറഞ്ഞു. എന്തിനാടാ? അവളുടെ കയ്യിൽ നിന്നും തല്ല് കിട്ടുന്നതിനാണോ? അവൻ ചിരിയോടെ അവരെ നോക്കി ചോദിച്ചു. തല്ലിയാലും കൊന്നാലും നിന്റെ മനസ്സിലുള്ളത് നടത്തിയിട്ടല്ലേ നീ വരുള്ളൂ. ദേവി പറഞ്ഞതും അവൻ തലയാട്ടി. ശിവന്റെ മുൻപിൽ അവൾ കൈകൾ കൂപ്പി നിന്നു. ഒന്നും ആഗ്രഹിച്ചല്ല ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ പലതും ആഗ്രഹിച്ചിരുന്നു. എപ്പോഴേക്കോ വെറൊരു പെണ്ണായിപ്പോയി ഞാൻ ആ നിമിഷത്തിൽ. ഇന്ന് ഞാൻ വേദനിക്കുന്നതും ആ ആഗ്രഹത്തെപ്പറ്റി ഓർത്താണ്. ഇനി ഇവിടേക്കൊരു മടങ്ങിവരവ് ഉണ്ടാവില്ല, ഉണ്ടാകരുതെന്നാണ് പ്രാർത്ഥന. എല്ലാ ആഗ്രഹങ്ങളും കണ്ട സ്വപ്നങ്ങളും ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് എന്നേക്കുമായി. തെറ്റാണോ ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. തെറ്റാണെങ്കിൽ പൊറുക്കണം. അവൾ കൈകൾ കുപ്പി കണ്ണുകളടച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് അമ്പലത്തിൽ മണി മുഴങ്ങിയതും തൻ്റെ കഴുത്തിൽ കൂടി എന്തോ ഇഴയുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് കഴുത്തിലേക്ക് നോക്കിയതും സ്വർണ്ണമാലയിൽ ആലിലത്താലിയാണ് കണ്ടത്. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും അവനത് കൊളുത്തിലിട്ട് കൊടുത്തിരുന്നു. അവൾ ആ താലിയിലേക്ക് നോക്കി. അതിൽ ഡെന്നി എന്ന് എഴുതിയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഭദ്രേ, നിന്നെ ഞാൻ എൻ്റെ ഭാര്യയാക്കുമെന്ന്. ഇപ്പോൾ എന്ത് പറയുന്നു ഭാര്യയെ? അവൾ നോക്കുന്നത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ പറയുന്നത് കേട്ടിട്ടും ഒന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു അവൾ. നീ എന്താ കരുതിയത്? എന്നിൽ നിന്ന് ഒളിച്ചോടാന്നോ? എന്നാൽ കേട്ടോ, ഇന്നു മുതൽ നീ എൻ്റെ ഭാര്യയാണ്. ഡെന്നി എബ്രഹാം ഡാനിയലിൻ്റെ ഭാര്യ, ശ്രീഭദ്ര ഡെന്നി. ഇനി നിനക്ക് എന്നിൽ നിന്നും ഒരു മോചനം ഉണ്ടാകില്ല. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും
അവൾ കണ്ണുകൾ രണ്ടും നിറച്ചുകൊണ്ട് അവൻ കെട്ടിയ താലിയിലേക്ക് നോക്കി. നിന്നെ എപ്പോ എൻ്റെ പെണ്ണാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അന്നേ വാങ്ങി വെച്ചതാ ഞാൻ ഈ താലി. അപ്പോൾ വെൽക്കം മൈ വൈഫി, വെൽക്കം ടു വേൾഡ് ഓഫ് റൊമാൻറ്റിക് ലവ്. എല്ലാവരുടെയും ചുണക്കുട്ടിയായ ഈ ശ്രീഭദ്ര എൻ്റെ മാത്രം പൂച്ചക്കുട്ടിയാകാൻ പോകുന്ന നിമിഷങ്ങളാ ഇനിയുള്ളത്. അവൻ അവളുടെ നിറഞ്ഞ് കണ്ണുകളെ ഒന്ന് തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോഴും ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. ഇപ്പം എങ്ങനെയുണ്ട് മോളെ? ഇച്ചായൻ പറഞ്ഞ വാക്ക് പാലിക്കും, അതോ പാലിക്കുന്ന വാക്കുകൾ മാത്രമേ ഇച്ചായൻ പറയാറുള്ളൂ എന്ന് ഭദ്രമോൾക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ അല്ലേ? അവൻ പുച്ഛത്തോടെ അവളോട് ചോദിച്ചു. ആദ്യത്തെ അമ്പരപ്പും ഞെട്ടലും മാറിയതും അവൾ അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു. അവനെ കാണാഞ്ഞതും അമ്പലത്തിലേക്ക് വന്ന സോബിയും ജോണും ഡേവിയും കാണുന്നത് ഈ കാഴ്ചയാണ്. പ്രതീക്ഷിച്ചിരുന്നു. സോബി ആരോടെന്നില്ലാതെ പറഞ്ഞു. കർത്താവേ, രണ്ടും കൂടി അംഗം നടത്തുവോ? ജോൺ സംശയത്തോട് ചോദിച്ചു. അംഗം തുടങ്ങുന്നതിന് മുമ്പ് രണ്ടിനെയും പിടിച്ചുകൊണ്ട് വീട്ടിൽ പോകാം, ഇല്ലെങ്കിൽ ഇത് പ്രശ്നമാകും. ഡേവിയും അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി. ഡെന്നി കവളിൽ കൈവച്ചുകൊണ്ട് അവളെ നോക്കി. ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവൾ. കണ്ണുകൾ നിറയുന്നുണ്ട്, എങ്കിലും മുഖം ചുവന്നിരിക്കുകയാണ്. മുഖത്തൊക്കെ ദേഷ്യമാണ്. അവൻ അവളെ നോക്കി നല്ലതുപോലെ അങ്ങോട്ട് ചിരിച്ചു കാണിച്ചു, അവളെ കളിയാക്കുന്നത് പോലെ. അതും കൂടി കണ്ടതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്തു. പെണ്ണെ, ഇങ്ങനെ ചുവപ്പിച്ച് തക്കാളിപ്പഴം പോലെ ആക്കരുത്. അമ്പലമാണെന്ന് നോക്കില്ല ഞാൻ, കടിച്ചു പറിക്കും നിന്റെ മുഖം. അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞു. താൻ തല്ലിയതൊന്നും അവൻ്റെ ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാ ഭാര്യയെ, നമ്മുടെ വീട്ടിലേക്ക് പോകുകയല്ലേ? അവൻ മുണ്ട് മടക്കി കുത്തി അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു. അമ്പലത്തിൽ വെച്ചൊരു താലി കെട്ടിയെന്ന് കരുതി നിന്റെ ഭാര്യയായി ഞാൻ നിന്റെ കൂടെ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിനീ ശ്രീ ഒന്നുകൂടി ജനിക്കണം. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെയും വാശിയോടെയും പറഞ്ഞു. ശരി, എങ്കിലൊരു കാര്യം ചെയ്. നിനക്കിതൊന്നും അത്ര വലിയ കാര്യമല്ലെങ്കിൽ ആ താലിയും കഴിച്ചു വന്നേക്ക്, എന്നിട്ട് നീ പൊയ്ക്കോ. അവൻ അവളുടെ നേരെ കൈകൾ നീട്ടി പറഞ്ഞു. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. പിന്നെ തൻ്റെ മാറോട് ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് നോക്കി. പറഞ്ഞത് കേട്ടില്ലേ ശ്രീഭദ്ര? താങ്കൾക്ക് ഈ കഴുത്തിൽ കിടക്കുന്ന ഞാൻ കെട്ടിയ താലി ഒരു പ്രശ്നമല്ല, ഒരു വലിയ കാര്യമല്ല എന്നൊക്കെ നിനക്ക് തോന്നുകയാണെങ്കിൽ അത് കൈയോടെയും കഴിച്ചു വന്നേക്ക്. അവൻ കൈകൾ നീട്ടി വീണ്ടും അവളെ നോക്കി പറഞ്ഞതും അത് കേട്ട് അവളുടെ മാറിൽ കിടക്കുന്ന താലിയിൽ മുറുക്കി പിടിച്ചു. എന്താ, അഴിക്കുന്നില്ലേ മിസ്സിസ് ശ്രീഭദ്ര ഡെന്നി? അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിനവൾ മറുപടി ഒന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എനിക്കറിയാടി, നീ അത് അഴിക്കുക പോയിട്ട് അതിലൊന്ന് തൊടുക പോലും ചെയ്യില്ലെന്ന്. കാരണം നീ മനസ്സിൽ എവിടെയൊക്കെയോ ആഗ്രഹിച്ച കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു. അവൻ്റെ മുൻപിൽ അവൾ തോറ്റുപോകുന്നത് പോലെ അവൾക്ക് തോന്നി. അവൻ്റെ മുൻപിൽ തോൽക്കാൻ അവളുടെ മനസ്സും ഈഗോയും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നിനക്ക് കാണണോ ഞാൻ ഈ താലിമാല ഊരുന്നത്? കാണണോന്ന് അവൾ ആ താലിമാലയിൽ പിടിച്ച് ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പൊന്നു മോളെ, ആ താലിയിലെങ്ങാനും നീ തൊട്ടാ എൻ്റെ സ്വഭാവം മാറും. കൊന്നുകളയും പുല്ലേ നിന്നെ. ഇപ്പം നിന്റെ ഈ ശരീരത്തിനും മനസ്സിനും പാതി അവകാശി ഈ ഡെന്നിയാ. എൻ്റെ അനുവാദമില്ലാതെ ഈ ശരീരത്തിൽ നിന്നും ഞാൻ കെട്ടിയ താലി മാറിയാൽ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അതായിരിക്കും നിനക്കും എനിക്കും നല്ലത്. അതല്ല വെറുതെ എന്നോട് ദേഷ്യവും വാശിയും കാണിച്ച് ഓരോന്ന് കാണിച്ചാ പൊന്നുമോളെ, സ്നേഹം ഞാനങ്ങ് മറക്കും. പിന്നെ ഭിത്തിയിൽ നിന്നും വടിച്ചെടുക്കേണ്ടി വരും നിന്നെ. നിന്റെ തന്തപ്പടി പോലും ഈ ഡെന്നിയോട് ചോദിക്കാൻ വരില്ല. അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാനാകാതെ നിന്നു. അപ്പോൾ വൺസ് മോർ വെൽക്കം മൈ വൈഫി, അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ, താലികെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം. രണ്ടുപേരും വന്ന് കാറിലേക്ക് കയറിക്കേ. സോബി അവരുടെ അടുത്തേക്ക് വന്ന് രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്പലത്തിൽ വരുന്ന എല്ലാവരും നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടാണ് പോകുന്നതും വരുന്നതും. ഇവിടെ വെച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്തേലും ഉണ്ട് വീട്ടിൽ ചെന്ന് സംസാരിക്കാം, വാ. അവളുടെ നോട്ടം കണ്ട് അവൻ മറുപടി പറഞ്ഞു. ഡെന്നി അവളെ ഒന്ന് നോക്കിയിട്ട് കാറിനടുത്തേക്ക് നടന്നു. അവൾ ചുറ്റിനും നോക്കി. ശരിയാണ്, എല്ലാവരും തങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത്. അത് മനസ്സിലായതും അവളും അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ കാറിനടുത്തേക്ക് ചെന്നില്ല. എടാ, നിന്റെ ഭാര്യയെ കൂടി കൂട്ടിക്കൊണ്ടു പോ. അവൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കണ്ട് ജോൺ അവനെ നോക്കി പറഞ്ഞു. അവൾക്ക് അഹങ്കാരമല്ലേ, വേണേ വരട്ടെ. അവൻ അവനെ നോക്കിയൊന്ന് പറഞ്ഞുകൊണ്ട് കാറിനടുത്തേക്ക് തന്നെ ചെന്നു. എന്താടാ, പോയി അവളെ വിളിച്ചിട്ട് വാ. കാറിനടുത്തേക്ക് ചെന്നതും ഡേവി അവനെ നോക്കി പറഞ്ഞു. അവൾ അപ്പോഴും അമ്പലത്തിന് പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു. അവൾ വരും, നീ കയറിക്കോ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഡേവി ഇവൻ എന്താ ഇങ്ങനെ എന്നുള്ള അർത്ഥത്തിൽ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ശ്രീ വാ, ജോൺ അവളെ നോക്കി വിളിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ശ്രീ ഇങ്ങനെയൊക്കെ? നീ എന്താ ഒരിക്കൽ പോലും അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്?
അവൻ ശ്രീയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എനിക്ക് അയാളോട് വെറുപ്പാണ്. ഒരിക്കലും ഞാൻ അവനെ സ്നേഹിക്കില്ല. അതിന് എത്ര താലി എൻ്റെ കഴുത്തിൽ കെട്ടിയെന്ന് പറഞ്ഞാലും മനസ്സുകൊണ്ട് ഞാൻ അവൻ്റെ ഭാര്യയാകുകയോ അവനെ സ്നേഹിക്കുകയോ ചെയ്യില്ല. അവൾ വാശിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എടോ, താനെന്താ ഇങ്ങനെയാകുന്നത്? കോടതി വരെ പറഞ്ഞതല്ലേ അവനല്ല തെറ്റുകാരനെന്ന്. പിന്നെ നീ മാത്രം എന്താ അത് വിശ്വസിക്കാത്തത്? കോടതിയിൽ ജഡ്ജി ചോദിച്ചതുപോലെ നീ കണ്ടായിരുന്നോ അവർ രണ്ടുപേരും അങ്ങനെ? ജോൺ ബാക്കി പറയാതെ നിർത്തി. എനിക്കറിയില്ല, അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ശ്രീ, എല്ലാവരും നോക്കുന്നുണ്ട്. നീ വന്ന് വണ്ടിയിൽ കയറ്, നമുക്ക് അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. സോബി അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. ഞാൻ വരില്ല. എൻ്റെ അനുവാദം ഇല്ലാതെയാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. അതെങ്ങനെ ഒരു കല്യാണമാകും? ആ സ്ഥിതിക്ക് ഞാനെന്തിനാ അയാളുടെ വീട്ടിൽ വരുന്നത്? ഞാൻ ഇന്ന് തന്നെ എൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകും. അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും അതിന് തിരിച്ചു പറയാൻ ഉത്തരമില്ലായിരുന്നു. അവർ ദയനീയമായി കാറിലേക്ക് നോക്കി. അവരുടെ നോട്ടം കണ്ടതും ഡെന്നി കാറിൽ നിന്നും ഇറങ്ങി. മോളെ, നിന്റെ നല്ലതിന് വേണ്ടി പറയാ. വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കാതെ നീ വന്ന് വണ്ടിയിൽ കയറ്. അറിയാലോ അവൻ്റെ സ്വഭാവം. സോബി അവളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. പക്ഷെ എന്നിട്ടും അവൾ വാശിയോടെ തന്നെ നിൽക്കുകയായിരുന്നു. അവൻ്റെ മുൻപിൽ തോറ്റു കൊടുക്കില്ല എന്ന പോലെ. സോബി ദയനീയമായി ജോണിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനി നീ ഒന്നും പറയണ്ടെന്ന് ജോൺ സോബിയെ നോക്കി കണ്ണടച്ചു കാണിച്ചു.